വിളവിന് പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പെറ്റ് ബോട്ടിലുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു പെറ്റ് ബോട്ടിലിനെ രണ്ടായിട്ട് മുറിച്ച് നോക്കുക, ഈ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ മണ്ണിൻ്റെ ആവശ്യം തീർത്തുമില്ല. ഈ കാണുന്ന ഭാഗത്ത് വെള്ളം നിറച്ച് അതിനുള്ളിൽ തലകീഴായിട്ട് വരുന്ന കുപ്പിയുടെ ബാക്കി ഭാഗം വെച്ച് അതിലാണ് നെൽച്ചെടികൾ നടുന്നത്. അതുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ മറ്റേത് ചെലവേറിയ നെൽകൃഷിയേക്കാളും വളരെ തുച്ഛമായ ഒരു ചെലവും തന്നെ ഇല്ലാത്ത രീതിയിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. 3 മാസം കൊണ്ട് കൊയ്ത്തിന് തയ്യാറായി നിൽക്കുന്ന കതിർ മണികളാണ് ഈ കാണുന്നത്. ടെറസിന് മുകളിലായതുകൊണ്ട് തന്നെ കീടനാശിനി പ്രയോഗമോ വളപ്രയോഗമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ തികച്ചും ജൈവ മാർഗത്തിലാണ് ഈ കൃഷി. കതിർ പാകി ടെറസിന് മുകളിൽ നിൽക്കുന്ന ഈ കൊച്ചു നെൽപ്പാടം സമ്മാനിക്കുന്നത് കൃഷി പരീക്ഷണങ്ങളുടെ പുതിയ വേറിട്ട കാഴ്ചയാണ്. 176 പരം നെൽ വിത്തുകളാണ് ഇവിടെ മുളച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ വക്കുകളിലായിട്ട് കയറുകൾ കെട്ടി ഉറപ്പുവരുത്തിയാണ് നെൽച്ചെടികളെ നട്ട് സംരക്ഷിക്കുന്നത്. നട്ട നെൽകൃഷികളുടെ ഏറെയും കതിർ പാകമായി കഴിഞ്ഞ് സ്വർണ്ണ നിറത്തിൽ നിൽക്കുകയാണ് ഇവയെല്ലാം. നെൽപ്പാടങ്ങളും മറ്റും കാർഷിക നഷ്ടത്തെ തുടർന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഏതൊരാൾക്കും അല്പസമയവും താല്പര്യവും ഉണ്ടെങ്കിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ ഈ കൃഷി. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പെറ്റ് ബോട്ടിലുകൾ കൃഷിക്ക് ഉത്തമ സഹായിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണിത്. ടെറസിന് മുകളിലായതുകൊണ്ട് തന്നെ കീടനാശിനി പ്രയോഗമോ കൂടുതലായുള്ള പണിച്ചെലവുകളോ ഒന്നും തന്നെയില്ല. ഓരോ കുപ്പിയിലും ഒരു നെൽമണിയാണ് പാകി വളർത്തിയത്. സാധാരണഗതിയിൽ 12ഓളം മുളകളായിട്ട് ഇവ പൊട്ടും. ഇവിടെ 7ഓളം മുളകൾ ഈ ചുരുങ്ങിയ പരിമിതിക്കുള്ളിൽ വളർന്ന് പാകമായി നിൽക്കുന്നത് ഒരു നല്ല അനുഭവമാണ്. ടെറസിൽ നെൽകൃഷിയോടൊപ്പം പയർ, ബീൻസ് എന്നിവയും കൃഷി ചെയ്യുന്നു. 9 രൂപ ചെലവിൽ ഗ്രോ ബാഗിൽ ഒരുക്കിയതാണ് ഈ ബീച്ചിൽ കൃഷി. വളർന്ന് ധാരാളം പോഷക ഘടകങ്ങളുള്ള കായ്കൾ ഇതിൽ കാണാൻ സാധിക്കും. അധികം ആളുകൾ കൃഷി ചെയ്യാത്ത പരമ്പരാഗത ഒരു ഇനം കൂടിയാണ് പീച്ച്. ടെറസിന് മുകളിൽ പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ കോവലും കായ്ച്ചു നിൽക്കുന്നു. ധാരാളം കോവലുകൾ കായ്ഫലമായി നിൽക്കുന്നത് ഇവിടെ കാണാം. ടെറസിന് മുകളിൽ ഒരുക്കിയിരിക്കുന്ന വലയിലൂടെ ഇവ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്നു. പാലാ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ടൈറ്റസും അതോടൊപ്പം മുട്ടം പോളിടെക്നിക്കിലെ അധ്യാപികയായ സെലിനും ലോക്ക്ഡൗൺ കാലയളവിലാണ് ഈ പരീക്ഷണത്തിലേക്ക് തിരിഞ്ഞത്. 3 മാസം കൊണ്ട് കൃഷി നൽകിയിരിക്കുന്ന സംതൃപ്തിയിലാണ് ഇവർ. ടെറസിന് മുകളിൽ കായ്ച്ചു നിൽക്കുന്ന കോവലും പാഷൻ ഫ്രൂട്ടുമൊക്കെ നട്ടുവെച്ചിരിക്കുന്ന ടെറസിലല്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. മുറ്റത്തോട് ചേർന്ന് മണ്ണിലാണ് ഇവ നട്ടിരിക്കുന്നത്. ഉയരങ്ങളിലേക്ക് വളർത്തി പന്തലിപ്പിച്ചാണ് ഇവിടെ പാഷൻ ഫ്രൂട്ടും കോവലും കാണുന്നത്.